ജേക്കബ് ജോർജ്, ഇപ്പോൾ ഓ തെക്കൻ കേരളത്തിൽ നിയമസഭാ സീറ്റുകൾ നോക്കി കഴിഞ്ഞാൽ തന്നെ ലീഗിനെ സംബന്ധിച്ചിടത്തോളമുള്ള പരാതി മുമ്പ് തിരുവനന്തപുരം വെസ്റ്റ് നേരത്തെയുള്ള ലേഖനത്തിൽ സുപ്രഭാതത്തിൻ്റെ ലേഖനത്തിൽ തന്നെ പറഞ്ഞാൽ തിരുവനന്തപുരം വെസ്റ്റ് ലീഗിൻ്റെ കയ്യിലായിരുന്നു. പക്ഷേ 57 തിരുവനന്തപുരം വെസ്റ്റ് വിട്ടുകൊടുത്തു. അതോടുകൂടി തെക്കൻ കേരളത്തിൽ ലീഗിൻ്റെ ഒരു സാന്നിധ്യം വല്ലാതെ കുറഞ്ഞു. ദുർബലമാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ നിയമസഭാ സീറ്റുകളിൽ മത്സരിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നീട് കൊല്ലത്ത് RSP വന്നപ്പോൾ ഇരവിപുരം ഇരവിപുരം വിട്ട് പുനലൂർ കൊടുത്തു. പുനലൂർ വിജയസാധ്യത തീരെ ഇല്ലാത്തതാണ്. അതെ, തീരെ സീറോ. നോക്കുക. അപ്പോൾ ഈ നിലയിൽ ദുർബലപ്പെടുന്നതിന്റെ കാരണം കോൺഗ്രസിന് വഴങ്ങിക്കൊടുക്കുന്നത് കൊണ്ടാണ് എന്നുള്ള വികാരം ലീഗ് അണികളിൽ ഉണ്ടായിട്ടുണ്ട് എന്നും ഇത് നേതാക്കളുടെ പ്രശ്നമല്ല എന്നും അതുകൊണ്ട് നേതാക്കൾ കോംപ്രമൈസ് ചെയ്താൽ പോലും യഥാർത്ഥത്തിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നുള്ള മുന്നറിയിപ്പാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ലീഗ് നൽകിക്കൊണ്ടിരിക്കുന്നത് വിവിധ ലേഖനങ്ങളിലൂടെ. ഈ ലേഖനങ്ങളൊന്നും തനിയെ സ്വയംഭൂവല്ലല്ലോ, ഇതൊക്കെ തന്നെയും അറിവോടുകൂടി ആയിരിക്കും. ശ്രീ ജേക്കബ് ജോർജ്, എന്തായിരിക്കും അതിൻ്റെ പ്രത്യാഘാതം? നികേഷേ, ഈ പറയുന്ന ലേഖനങ്ങൾ എന്ന് പറയുന്നത്, സുപ്രഭാതം എന്ന പത്രം എന്ന് പറയുന്നത്, അത് സമസ്തയുടെ നാവാണ്, സമസ്തയുടെ മുഖമാണ്, സമസ്തയുടെ ശബ്ദമാണ്. ഇത് വെറും മുസ്ലിം ലീഗിൻ്റെ മാത്രം വിഷയമല്ല. സമസ്തയിലെ യുവജന വിഭാഗം വളരെ ശക്തമായ ഒരു നിലപാട് എടുത്തിരിക്കുകയാണ്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമുണ്ടോ സാമുദായികമായ കാര്യമാണോ പറയുന്നത് എന്നൊക്കെ പോകട്ടെ. പക്ഷേ ഇപ്പോൾ ഇടതുപക്ഷ മുന്നണി CPM സ്ഥാനാർത്ഥിയായിട്ട് KS ഹംസ വന്നിരിക്കുന്നു. എന്താണ് അതിൻ്റെ പിന്നിലെ രാഷ്ട്രീയം? അത് സംസ്ഥ അറിഞ്ഞിട്ടല്ലേ? ഇതൊക്കെ വലിയ അകത്ത് നടക്കുന്ന കർട്ടന് പിന്നിൽ, തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന വലിയ നാടകങ്ങളുടെ ലക്ഷണമാണ്, നമ്മൾ കാണുന്ന ലക്ഷണമാണ്. അത് ലീഗ് മാത്രമല്ല, ലീഗ് തിരിച്ചറിയുന്നുണ്ട്, പക്ഷേ കോൺഗ്രസ് തിരിച്ചറിയുന്നില്ല. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ശ്രീ ജേക്കബ് ജോർജ്, ഇപ്പോൾ VD സതീശനോടും K സുധാകരനോടും പഴയതുപോലെ, ഇപ്പോൾ കരുണാകരനായിരുന്നപ്പോൾ, AK ആന്റണി ആയിരുന്നപ്പോൾ, ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോൾ, രമേശ് ചെന്നിത്തല ആയിരുന്നപ്പോൾ അവർക്ക് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലൊക്കെ അതിൻ്റെ പാരമ്യമായിരുന്നു. കുഞ്ഞൂഞ്ഞ്, കുഞ്ഞാലിക്കുട്ടി, കുഞ്ഞുമാണി, അവർ 3 പേര് ഇരുന്നാൽ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയുമായിരുന്നു. ഇന്നത്തെ നേതൃത്വത്തിനോട് ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യുന്നുണ്ടാകില്ലേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം? ഈ പ്രശ്നം ആരോട് പറയും എന്ന് അവർ ആലോചിക്കുകയാണ്. അതിനകത്തൊരു UDF നയിക്കുന്ന ഒരു അച്ചുതണ്ട് ഇന്നില്ലാതായിപ്പോയി. അതിനൊക്കെ VD സതീശൻ നേതൃത്വം കൊടുക്കേണ്ടതായിരുന്നു. സതീശനാണ് ഇന്ന് ഓടി നടക്കാൻ ശേഷിയും യൗവനവും ഉള്ളത്. സതീശൻ അതിന് മുൻകൈ എടുക്കേണ്ടിയിരുന്നു. സതീശൻ അത് എടുക്കുന്നില്ല. അതെന്താണെന്നറിയില്ല. ശരിക്കും കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ വിളിച്ചിട്ട് കേരള കോൺഗ്രസിൻ്റെ PJ ജോസഫാണ്. ജോസഫിനെ ഇപ്പോൾ അസംബ്ലി പോലും അദ്ദേഹം വളരെ കുറച്ചേ വരാറുള്ളൂ. അദ്ദേഹത്തിന് പങ്കെടുക്കാൻ വയ്യാത്ത അവസ്ഥയായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ ശക്തമായ ഒരു നേതൃത്വം, അങ്ങനെ ഒരു നേതൃത്വം UDF ഇല്ലാതെ പോയി. ഇപ്പം നോക്കിക്കേ, ആലപ്പുഴ ആരിഫ് സ്ഥാനാർത്ഥിയാണ് CPM-ൻ്റെ. അവിടെ നേരത്തെ ഷാലിമോൾ ഉസ്മാൻ, വയനാട്ടിൽ MI ഷനവാസ്. ഇപ്പോഴാ പേരുകളൊന്നും ഇല്ല. ലീഗ് കാണുന്നത് ലീഗിൻ്റെ 2 MP സ്ഥാനാർത്ഥികൾ, ലോക്സഭാ സ്ഥാനാർത്ഥികൾ ഒഴികെ മൂന്നാമതൊരു സീറ്റ് തരുന്നുമില്ല. കോൺഗ്രസിനകത്ത് മുസ്ലിങ്ങളെ സ്ഥാനാർത്ഥിയാക്കുന്നുമില്ല. ആ ഒരു സ്ഥിതിയിലാണ് സമസ്ത. ഒരു കാര്യം കൂടിയുണ്ട്, ഒരു ഒറ്റ വാക്കും കൂടെ പറയട്ടെ. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ഒരു പരിധിവരെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലും ഒരു വലിയ നേതാവായിട്ട് ഇങ്ങനെ എമേർജ് ചെയ്ത് കഴിഞ്ഞു. വളരെ സമർത്ഥമായിട്ട് CPM നേതൃത്വം, വിശിഷ്യ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ അല്ലെങ്കിൽ സമസ്ത നേതൃത്വത്തെ കൈകാര്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസിനോടാണ് അവർക്കൊക്കെ ആഭിമുഖ്യം എന്ന് നമുക്ക് പറയേണ്ട കാര്യമില്ല, നമുക്കൊക്കെ അറിയാം. പക്ഷേ കോൺഗ്രസ് അതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യുന്നുണ്ടോ? Debate with MV Nikesh Kumar.